ഇനിയും വർഷങ്ങൾ ബാക്കി. കേരളത്തിൽ സംഘടനാ ഒരുക്കങ്ങൾ വേഗത്തിലാക്കി ബി.ജെ.പി. ആറ്റിങ്ങലിൽ കെ സുരേന്ദ്രൻ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, പത്തനംതിട്ടയിൽ അനൂപ് ആന്റണി. രണ്ടാഴ്ചയ്ക്കകം പട്ടികയ്ക്ക് അന്തിമ രൂപം. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിൽ സംഘടനാപരമായ ഒരുക്കങ്ങൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. ഇതിലെ തമാശ എന്തെന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്തല്ല, വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഓരോ മണ്ഡലത്തിലും ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടി പുതിയ തന്ത്രം തയ്യാറാക്കുന്നത് എന്നതാണ്. ലോക്സഭാ മണ്ഡലങ്ങൾക്ക് പ്രത്യേക പ്രഭാരിമാരെ നിയമിച്ച് ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ള നേതാക്കളെ തന്നെയാണ് അതത് മണ്ഡലങ്ങളുടെ പ്രഭാരിമാരായി നിയോഗിക്കാൻ പാർട്ടി ആലോചിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിടുന്ന നേതാക്കൾ മണ്ഡലവുമായി തുടർച്ചയായി ബന്ധം പുലർത്തുകയും പ്രാദേശിക വിഷയങ്ങളിൽ ഇടപെടുകയും പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തുകയും ചെയ്താൽ തിരഞ്ഞെടുപ്പിൽ അത് നേട്ടമാകുമെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഭാവിയിൽ യാഥാർത്ഥ്യമായാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പും നടന്നേക്കാമെന്ന സാധ്യതയും പാർട്ടി കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ മണ്ഡലങ്ങൾക്കൊപ്പം നിയമസഭാ മണ്ഡലങ്ങളിലേക്കും പ്രത്യേക ചുമതലക്കാരെ നിയോഗിക്കാനുള്ള ആലോചനയും പുരോഗമിക്കുകയാണ്. ഇതിലൂടെ സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തനത്തിന് ശക്തമായ സംഘടനാ സംവിധാനം ഒരുക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. ലോക്സഭാ മണ്ഡലങ്ങളുടെ ചുമതല സംബന്ധിച്ച് വിവിധ നേതാക്കളുടെ പേരുകളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് മുൻതൂക്കമുണ്ടെന്നാണ് സൂചന. തിരുവനന്തപുരത്ത് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർക്ക് പ്രഭാരിയുടെ ചുമതല ലഭിച്ചേക്കും. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെയും പത്തനംതിട്ടയിൽ അനൂപ് ആന്റണിയുടെയും പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിലേക്കുള്ള ചുമതലകളും ഉടൻ തീരുമാനിക്കുമെന്നാണ് വിവരം. രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രഭാരിമാരുടെ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് പാർട്ടി നേതൃത്വം ലക്ഷ്യമിടുന്നത്. തീരുമാനം വന്നാൽ ചുമതല ലഭിക്കുന്ന നേതാക്കൾ അതത് മണ്ഡലങ്ങളിൽ സ്ഥിര സാന്നിധ്യമാക്കി പ്രവർത്തനം ആരംഭിക്കും. ബൂത്ത് തല സംഘടന ശക്തിപ്പെടുത്തൽ, പുതിയ അംഗങ്ങളെ ചേർക്കൽ, സാമൂഹിക വിഭാഗങ്ങളുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കൽ, പ്രാദേശിക പ്രശ്നങ്ങളിൽ ഇടപെടൽ, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാകും അവർ നേതൃത്വം നൽകുക. മുൻ തിരഞ്ഞെടുപ്പുകളുടെ ഫലവും പാർട്ടി വിശദമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഓരോ തിരഞ്ഞെടുപ്പിലും വ്യത്യസ്ത മണ്ഡലങ്ങളിലേക്ക് നേതാക്കളെ മാറ്റി മത്സരിപ്പിക്കുന്ന രീതിയാണ് ബി.ജെ.പിക്ക് തിരിച്ചടിയായതെന്നാണ് സംസ്ഥാന കോർ കമ്മിറ്റി കണ്ടെത്തിയത്. ഒരു മണ്ഡലത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച് ജനങ്ങളുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതിലൂടെ കൂടുതൽ വിശ്വാസ്യത നേടാനാകുമെന്നും അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നും പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഈ സമീപനത്തിന് ഉദാഹരണമായി കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളാണ് ബി.ജെ.പി. ചൂണ്ടിക്കാട്ടുന്നത്. തുടർച്ചയായി മണ്ഡലത്തിൽ പ്രവർത്തിച്ച നേതാക്കൾക്ക് ലഭിച്ച ജനപിന്തുണയാണ് സംഘടനാപരമായ സ്ഥിരതയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇതേ മാതൃക ലോക്സഭാ മണ്ഡലങ്ങളിലും നടപ്പാക്കിയാൽ സംസ്ഥാനത്ത് കൂടുതൽ സ്വാധീനം നേടാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. കേരളത്തിൽ നിന്ന് അടുത്ത ലോക്സഭയിൽ കൂടുതൽ അംഗങ്ങളെ വിജയിപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ഇന്ന്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പാർട്ടിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാനും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുവാനും കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ട, ആറ്റിങ്ങൽ, ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങൾ ഉൾപ്പെടെ മികച്ച സാധ്യതയുള്ള മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. ഇതിനൊപ്പം സംസ്ഥാന സംഘടനയിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ദേശീയ തലത്തിലെ നേതൃത്വ പുനഃസംഘടനയുടെ ഭാഗമായി പുതിയ ദേശീയ അധ്യക്ഷൻ ചുമതലയേറ്റതിന് പിന്നാലെ സംസ്ഥാന ഘടകത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ബി.ജെ.പി. വൃത്തങ്ങൾ നൽകുന്നത്.
യുവനേതാക്കൾക്കും വനിതാ നേതാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന തരത്തിൽ സംഘടനയെ നവീകരിക്കുന്ന ചർച്ചകളും സജീവമാണ്. യുവജനങ്ങളെയും വനിതകളെയും കൂടുതൽ തോതിൽ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പ്രത്യേക പ്രചരണ പരിപാടികളും അംഗത്വ ക്യാമ്പയിനുകളും സാമൂഹിക ഇടപെടലുകളും വരും മാസങ്ങളിൽ സംഘടിപ്പിക്കാനാണ് BJPയുടെ പദ്ധതി. സംഘടനാ ശക്തിയും ദീർഘകാല മണ്ഡല പ്രവർത്തനവും ഒന്നിച്ചു ചേർത്ത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കൂടുതൽ രാഷ്ട്രീയ മുന്നേറ്റം ലക്ഷ്യമിട്ടാണ് BJP ഇപ്പോൾ തയ്യാറെടുപ്പുകൾ ശക്തമാക്കുന്നത്.